രാവിലെ തന്നെ മാർക്കറ്റിൽ പോയപ്പോൾ കുറേ കുഞ്ഞു ചാളയും പിന്നെ കുടുതയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചാള വറക്കാനേ പറ്റത്തുള്ളൂ, ചെറിയ ചാളയില്ല. അപ്പം കുടുത കറി വെക്കാമെന്ന് വിചാരിച്ചു. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി കുടുത കറി വെക്കുമ്പോൾ തക്കാളി ഇടാതിരിക്കുന്ന നല്ലത്. പുളിവെള്ളം തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളം വെക്കാം. അപ്പോഴേക്ക് ഇതിനകത്ത് ചാള വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ വെള്ളവും തെളിച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടിച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഒരു 3 പീസ് കുടുത ഞാൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഇവിടെ കുടുത വറുത്തത്. അപ്പോൾ അതും അങ്ങനെ ആകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ മീനിൻ്റെ കറിയിൽ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. കുറച്ച് വേപ്പലയും പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മളെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് കുടുത കറി വെച്ചതും പിന്നെ നമ്മളെ ചെമ്മിപ്പുളി ചമ്മന്തിയും പിന്നെ കുടുത വറുത്തതും പിന്നെ ചാള വറുത്തതും ഉണ്ടായിരുന്നത്. അതും കൂട്ടിയിട്ട് കുശാലമായിട്ട് ഊണ് കഴിച്ചു. അപ്പോൾ ഇതിനകത്തേക്ക് തക്കാളി മാത്രം ഇട്ടിട്ടില്ല, പിന്നെ സാധാ വെക്കുന്ന പോലെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.